ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. അതായത് രാഹുൽ അതുപോലെ അർജുൻ രണ്ടുപേരും റിട്ടയർമെന്റിനായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അർജുന് രാഹുലിനേക്കാളും ശമ്പളം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് സ്ട്രാറ്റജിയിലാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ രാഹുൽ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ അർജുൻ ആണെങ്കിൽ മാസം 2,000 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 12% ആവറേജ് റിട്ടേൺസ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതുപോലെ SIP ഒരു 35 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ 5 വർഷം കഴിയുമ്പോൾ രാഹുലിന്റെ ഇൻവെസ്റ്റ്മെന്റ് 8,11,000 രൂപയായിരിക്കും. അർജുൻ ആണെങ്കിൽ 2,11,000 രൂപയും. അതുപോലെ 15 വർഷം കഴിയുമ്പോൾ രാഹുലിന് 47,59,000 രൂപ ഉണ്ടാവും. അതേസമയത്ത് അർജുൻ ആണെങ്കിൽ ഏകദേശം 22,66,000 രൂപ. പക്ഷേ 25 വർഷം കഴിയുമ്പോൾ ഇവിടെ ഗ്യാപ്പ് കുറയാനായിട്ട് തുടങ്ങും. ഇനിയിപ്പോ 30 വർഷം കഴിയുമ്പോഴേക്കും അർജുൻ രാഹുലിന് മറികടക്കും. ഇവിടെ രാഹുലിന് ഏകദേശം 3,08,09,000 ഉണ്ടാവും. അതേസമയത്ത് അർജുന്റെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 3,08,50,000 രൂപയ്ക്ക് മെച്ചൂർ ആയിട്ടുണ്ടാവും. അതുപോലെ 35ാമത്തെ വർഷം അർജുന് രാഹുലിനേക്കാളും 1,30,00,000 കൂടുതലുണ്ടാവും. അപ്പം ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അർജുൻ എല്ലാ വർഷവും 15% സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ടാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്? ആ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.